പൊതുവിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. എന്നാൽ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള മോദിയുടെ സന്നദ്ധതയെ അദ്ദേഹം ചോദ്യം ചെയ്തു. ഇരുവരും തമ്മിൽ പരസ്യ സംവാദം നടത്തണമെന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെയും 2 മുൻ ജഡ്ജിമാരുടെയും അഭ്യർത്ഥനയോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഞാൻ ഏത് പ്ലാറ്റ്ഫോമിൽ വെച്ചുള്ള സംവാദത്തിനും തയ്യാറാണ്. എന്നാൽ മോദി അതിന് തയ്യാറാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എനിക്കത് നന്നായിട്ടറിയാം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ദ ഹിന്ദു പത്രത്തിന്റെ മുൻ എഡിറ്റർ എൻ റാം, സുപ്രീം കോടതി മുൻ ജഡ്ജി മദൻ ലോകൂർ, മുൻ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് AP ഷാ എന്നിവരാണ് ആവശ്യം ഉന്നയിച്ചത്. ആരോപണങ്ങളും വെല്ലുവിളികളും മാത്രമാണ് ഇരുവശത്തു നിന്നും ഉയരുന്നതെന്നാണ് ഇവർ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യാജവാർത്തകളും തെറ്റായ വിവരങ്ങളും ഒഴുകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം സംവാദങ്ങൾ ശരിയായ രീതിയിലുള്ള വോട്ടർമാരെ വാർത്തെടുക്കാൻ സഹായിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ ഇരുവർക്കും സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ അതിനൊരു പ്രതിനിധിയെ ഏർപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലുള്ള വാഗ്വാദം കനക്കുകയാണ്. സംവരണ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും ഏറ്റുമുട്ടിയത്. ഏറ്റവും ഒടുവിൽ ഇന്ന് രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. നരേന്ദ്രമോദി ഇനി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇനിയും BJP അധികാരത്തിൽ വന്നാൽ അവർ ഭരണഘടന ഇല്ലാതാക്കുമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കൂടാതെ UP-യിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൊടുങ്കാറ്റ് വീശിയെന്നും BJPക്ക് വൻ തോൽവി വഴങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. അതേസമയം പ്രിയങ്ക ഗാന്ധിയും മോദിക്ക് കണക്കിന് കൊടുത്തിരുന്നു. വ്യവസായികളായ ഗൗതം അദാനിയെയും മുകേഷ് അംബാനിയെയും അധിക്ഷേപിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നിർത്തിയത് എന്തുകൊണ്ടാണെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോദ്യം. മോദിയുടെ ഈ വിമർശനത്തിന് മണിക്കൂറുകൾക്കകം പ്രിയങ്ക ഗാന്ധി മറുപടിയുമായി എത്തി. ഉത്തർപ്രദേശിൽ കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ ശതകോടീശ്വരന്മാരുടെ 16 ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുതി തള്ളുകയാണ് മോദി ചെയ്തത് എന്നാണ് പ്രിയങ്ക ഗാന്ധി മറുപടി നൽകിയത്. രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും അദാനിയെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം എല്ലാ ദിവസവും അദാനിയെക്കുറിച്ചുള്ള സത്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുകയും അത് തുറന്നു കാട്ടുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയും വൻകിട വ്യവസായികളും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും പൊതുജനങ്ങളോട് പറയാറുണ്ട്. നരേന്ദ്രമോദിക്ക് വൻകിട വ്യവസായികളുമായി ബന്ധമുണ്ടെന്ന് രാഹുൽ ഗാന്ധി ദിവസവും നിങ്ങളോട് പറയാറുണ്ട്. നരേന്ദ്രമോദി തന്റെ സുഹൃത്തുക്കളുടെ 16 ലക്ഷം കോടി എഴുതി തള്ളി. എന്നാൽ കർഷകരുടെ 1 രൂപ പോലും എഴുതി തള്ളിയില്ല. ഇതിന് നരേന്ദ്രമോദി മറുപടി പറയണമെന്നും പ്രിയങ്ക തുറന്നടിച്ചിരുന്നു. അതേസമയം രാഹുലിനെ രൂക്ഷമായിട്ടാണ് മോദി വിമർശിച്ചത്. 5 വർഷമായി കോൺഗ്രസിന്റെ രാജകുമാരൻ ഒരു കാര്യം മാത്രമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും റഫാൽ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടാതെ കടന്നുകൂടിയതിന് പിന്നാലെ അദ്ദേഹം ഒരു മന്ത്രം ആരംഭിച്ചു, 5 വ്യവസായികളെന്ന്. ക്രമേണ അദ്ദേഹം അംബാനി അദാനി എന്ന് പറയാൻ ആരംഭിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അംബാനിയെയും അദാനിയെയും ചീത്ത വിളിക്കുന്നത് അദ്ദേഹം നിർത്തിയെന്നുമായിരുന്നു മോദിയുടെ വിമർശനം. ഇതിനാണ് പ്രിയങ്ക കനത്ത മറുപടി നൽകിയത്.